ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ 2 പേരും കൂടെ ഇവിടെ ആകെ അംഗം വെട്ടാണ് കേട്ടോ. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി 2 പേർക്കും കൂടെ നിന്ന് പണിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ രംഷേട്ടൻ ഇന്ന് അടുക്കളയിൽ കയറാനുള്ള കാരണം നാളികേരം ചിരകാനുണ്ട്. ഇന്ന് സാധാരണ ഈ പരിപാടികളൊക്കെ തലേദിവസമാണ് ചെയ്യിപ്പിക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് 2 നാളികേരത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കുത്തിപ്പൊക്കി ഞാൻ എന്ത് പണിയും ചെയ്യും. എനിക്ക് നാളികേരം ഇങ്ങനെ എപ്പോഴും പറയാറില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ നാളികേരം ചിരക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ നേരത്തെ തന്നെ ചോറും കാര്യങ്ങളൊക്കെ വെക്കണം. ഇത് കുട്ടിക്ക് ഇന്ന് എക്സാമുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, 10-12 പേപ്പർ ഉള്ളതുകൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ശനിയൊക്കെ ഉണ്ട് എക്സാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇന്നല്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ ബ്ലാക്ക് കോഫിയാണ് കുടിക്കാറ്. ചായ പരിപാടി സാറ്റർഡേ സൺഡേ ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴും ഒരു കൊതി തോന്നിയാൽ രാവിലെ കുടിക്കും, അല്ലെങ്കിൽ ഈവനിങ്ങിൽ എപ്പോഴെങ്കിലും കുടിക്കും, അങ്ങനെയാണ്. അപ്പോൾ രാവിലെ ബ്ലാക്ക് കോഫിയും വൈകിട്ട് ഗ്രീൻ ടീ ആണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിപ്പോൾ ശീലിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് നേരം നമ്മുടെ ഒരു മീ ടൈം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും, ഇപ്പോൾ ക്രിക്കറ്റും കുറേ കാര്യങ്ങൾ, സംഭവവികാസങ്ങൾ, അതിൻ്റെ ഇടയിൽ യുദ്ധത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ഡിസ്കസ് ചെയ്യാനല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്ത് കുറേ നേരം ഇരിക്കാനുള്ള സമയം ഇന്നില്ല. കാരണം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ വീഡിയോയുടെ ഫസ്റ്റ് കണ്ട പോലെ ഇന്ന് രംഷേട്ടൻ്റെ അമ്മയും അമ്മമ്മയും ചെറിയമ്മയും അമ്മായിയും കുറേ പേര്, അവർ 10-75 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് വൃന്ദാവൻ യാത്ര പോവാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് കയറി ഡൽഹിയിലേക്ക് 2 ഡേയ്സ് ഡൽഹിയിലുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ പൻവേലെത്തും സ്റ്റേഷനിൽ. അവർ 5-10 മിനിറ്റ് ട്രെയിൻ ഉണ്ടാവുള്ളൂ, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും ഇനി നെക്സ്റ്റ് ഡേ അല്ലേ ഡൽഹി എത്തുള്ളൂ. അപ്പോൾ 2 ഡേയ്സ് ഇങ്ങനെ ട്രെയിനിലിരിക്കില്ല. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് പോയി കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഭക്ഷണം കൂടെ കൊണ്ടുപോകാം എന്നുള്ളത്. ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം അവരെന്തായാലും കൊണ്ടുവരുന്നുണ്ട്. ദമിത്ത് കുട്ടിക്ക് എക്സാമാണ് കേട്ടോ. അതാണ്, പഠിക്കല്ല, ബുക്ക് വായിക്കുകയാണ്. ഏതോ ഒരു സമയം കിട്ടുന്ന നേരത്ത് അവളുടെ ഏതോ ഇഷ്ടപ്പെട്ട ഒരു ബുക്ക്, നോവൽ വായിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറും മോരുകറി, ഉച്ചക്കലത്തെയും ഡിന്നറും ലഞ്ചും ഡിന്നറും ഇവിടെ നിന്ന് കൊടുത്തേക്കാം. അപ്പോൾ പിന്നെ അവർക്ക് നെക്സ്റ്റ് ഡേക്ക് വരെ ഉള്ളത് ഇരിക്കുമല്ലോ. മറ്റേത് 2 ഡേയ്സിലേക്ക് ഇരിക്കണമെങ്കിൽ ചപ്പാത്തിയോ പൂരിയോ അതന്നെ കഴിച്ച് മടുക്കില്ലേ അമ്മമ്മയ്ക്കുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്യാരറ്റ് ഉപ്പേരിയും അതുപോലെ തന്നെ മോരുകറി ആകുമ്പോൾ എന്താ വെച്ചാൽ കേട് വരില്ല, വയറിനും സുഖമാണ്. മസാല ഒന്നും വേണ്ടാന്ന് വിചാരിച്ചു. ട്രെയിനിലല്ലേ, മസാലയൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ ഒരു 6-7 പേർക്കുള്ള കറിയും ഇതൊക്കെ. ഇത് രാത്രിക്കുള്ള കുറുമയാണ് കേട്ടോ. കുറുമയും ചപ്പാത്തി ആകുമ്പോൾ നല്ലതല്ലേ എന്ന് വിചാരിച്ചു. അതിൽ മസാലയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാം എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ക്യാരറ്റ് ഉപ്പേരിക്കുള്ളത് ഗ്രേറ്റ് ചെയ്യാൻ നമ്മുടെ പ്രീതി സോഡിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ആ തൊലി കളയേണ്ട പരിപാടി രംഷേട്ടന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറുമയാണ്. കുറുമ വയ്ക്കുന്നത് ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ട കാരണമാണ് ഇത് കാര്യമായിട്ടൊന്നും ഞാനങ്ങനെ ഓരോന്നായിട്ട് കാണിക്കാത്തത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ അതിനുള്ള ഒരു പ്രിപ്പറേഷനിലാണ് ഞാൻ കേട്ടോ. ക്യാരറ്റിൻ്റെ നമ്മുടെ സാധാരണ ഉപ്പേരി ഒന്നും മസാല ഇല്ലാതെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ അവർക്കും ട്രെയിനിലിരിക്കുമ്പോൾ അറിയാലോ, നമുക്ക് അധികം വിശക്കൂല്ല, എന്നാൽ നമുക്ക് ട്രെയിനിലെ ഫുഡൊന്നും കഴിക്കാൻ ആർക്കും അങ്ങനെ ഇഷ്ടാവില്ല അല്ലേ. പണ്ടൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്കാണെങ്കിലും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ്. പിന്നെ യാത്ര തുടങ്ങണമല്ലേ ഉള്ളൂ, അപ്പോഴേക്കും എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും വരണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ലഞ്ച് ആൻഡ് ഡിന്നർ ഞാനിവിടെ വെക്കാമെന്ന് പറഞ്ഞു. അമ്മ കുറേ വേണ്ടാന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും അതൊക്കെ റെഡിയാക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് കേട്ടോ ഇപ്പോൾ. സോ നമ്മുടെ അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞു. ഇനി ഞാനൊന്ന് പോയിട്ട് ഫ്രഷ് ആവട്ടെ. കാരണം നമുക്ക് കുളിച്ച് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് എന്താ പറയുക, പാക്കിങ്ങും അതൊക്കെ കഴിഞ്ഞു. ലാസ്റ്റത്തെ ഒരു ചെറിയ പരിപാടികളും കൂടെ ഉള്ളൂ. എല്ലാം പെട്ടിയിലൊക്കെ ആക്കി വെച്ചു. ഇനി നന്നായിട്ടൊന്ന് പോയി ഫ്രഷായി കുളിച്ച് നമുക്ക് വേഗം പോവാം. കാരണം അധികം ടൈം വ്യത്യാസം എന്നുള്ളൊരു 5-10 മിനിറ്റിൻ്റെ ലേറ്റേ ഉള്ളൂ വണ്ടി എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുളിക്കട്ടെ. സോ ഒന്ന് ഷാമ്പൂ ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുളിക്കണം ഇന്ന്. ഇപ്പം എണ്ണ തേക്കാറില്ല, കാരണം നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എണ്ണ അങ്ങനെ തേക്കാറില്ല. ഹെയർ കളറും പിന്നെ ഈ ഒരു സോഫ്റ്റ് ആവാനുള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്തതാണല്ലോ. അപ്പോൾ ജസ്റ്റ് എണ്ണ തേക്കാതെ ഷാമ്പൂ നന്നായിട്ട് ചെയ്തിട്ട് ഷാമ്പൂവും ഒരു കണ്ടീഷണറും ചെയ്യും കേട്ടോ. മുടി നാച്ചുറലാണ്, ആ ഒരു കേളി ഹെയർ, വേവി ഹെയർ തന്നെയാണ്, പക്ഷേ എന്താ പറയുക, ഫ്രിസിനെസ് ഇല്ല. അപ്പം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിന് പകരം എണ്ണ തേക്കാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് മുടിക്ക് വല്ല എന്താ പറയുക ഒരു മസാജും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും മസാജ്, നിങ്ങളത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മസാജർ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അത് ഭയങ്കര സുഖമാണ് കേട്ടോ. ഇത് നമ്മുടെ അഗാരോൻ്റെ മസാജറാണ്. അപ്പോൾ ഇതാണ് അഗാരോൻ്റെ സ്കാൽപ്പ് ഹെഡ് നീഡിങ് മസാജർ. ഇത് നമ്മുടെ സ്കാൽപ്പ് റെഗുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഹെയർ ഗ്രോത്തിനൊക്കെ സഹായിക്കട്ടെ. അത് മാത്രമല്ല സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര നല്ലതാണ്. ഇതിൽ 4 റൊട്ടേറ്റിംഗ് മസാജ് ഹെഡ്സ് ആണുള്ളത്. നമ്മുടെ കൈ കൊണ്ട് മസാജ് ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെയാണ്. 3 ഓട്ടോമാറ്റിക് സ്പീഡ് സെറ്റിങ്സും ഉണ്ട് കേട്ടോ. നമുക്ക് പലതരം സ്പീഡിലും കാര്യങ്ങൾക്കും ഒക്കെ ആക്കാൻ പറ്റും. ഇതൊരു ഡീപ്പ് ക്ലീനിങ് എഫക്റ്റാണ് തരിക കേട്ടോ. ഓയിലൊക്കെ റിമൂവ് ചെയ്യാനും സ്കാൽപ്പിൽ നിന്ന്. അതേപോലെ തന്നെ ഇതിലുള്ള സോഫ്റ്റ് സിലിക്കൺ ഹെഡ്സ് നമ്മുടെ ടഗ്ഗിങ് എന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കും. നെക്കിലും ഒക്കെ നല്ല സുഖമായിട്ട് നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ. ഇത് റിമൂവ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഓയിലൊന്നും അതിലിരിക്കില്ല കണ്ടോ. ഇതിൽ നിന്നും നമുക്ക് വേർപ്പെടുത്തിയിട്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്യാനും പറ്റും. ഇത് IPX7 ആയതുകൊണ്ട് തന്നെ ഇത് വാട്ടർ പ്രൂഫാണ്.
ഇതിനൊരു മാഗ്നറ്റിക് ചാർജിങ് കേബിളാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് കുത്തി വെച്ചിട്ട് നമുക്ക് ഇതാ ചാർജ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. കോർഡ്ലെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ് എവിടേക്കെങ്കിലും കൊണ്ടുപോകാനും കാര്യങ്ങൾക്കും ട്രാവലിങ്ങിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ചാർജിങ് ഏരിയ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. കാരണം ഇതിൽ മെറ്റൽ പിൻസ് ആയതുകൊണ്ട് സ്കാൾഡർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ റിസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പോവോ സ്ലിപ്പ് ആവോ എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അതേപോലെ തന്നെ 15 മിനിറ്റ് ഓട്ടോ ഷട്ട് ഓഫ് ഫീച്ചർ ഉണ്ട് ഫോർ സേഫ്റ്റി റീസൺസ്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് ക്ലോത്ത് ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫുഡ് പാക്കിംഗ് പരിപാടി ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ കണ്ടെയ്നേഴ്സ് വാങ്ങിക്കുകയാണ്. ഇത് ആക്ച്വലി നമുക്ക് യൂസ് ആൻഡ് ത്രോ അല്ല. യൂസ് ആൻഡ് ത്രോയിൽ ഇത്രയും വലിയ അളവിന് ക്വാണ്ടിറ്റിയിൽ ഇവിടെ നോക്കിയപ്പോൾ കിട്ടിയില്ല ആക്ച്വലി. അതായത് നമ്മൾ ഒരുമിച്ച് ഒരു 5-6 പേർക്കുള്ള ചോറും കറികളും ഒക്കെ ഇങ്ങനെ ആക്കുമ്പോൾ ഓരോരോ ബോക്സിലാക്കണേക്കാളും നല്ല ഒരുമിച്ച് എടുക്കുക. അവരെന്തായാലും പേപ്പർ പ്ലേറ്റും സാധനങ്ങളൊക്കെ കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ അങ്ങനെ ആക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഡബ്ബകൾ വാങ്ങിക്കാൻ കിട്ടും. അതാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ത്രോ ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, അങ്ങനെ കേട്ടോ. അപ്പോൾ ചോറും മോരുകറിയും ക്യാരറ്റ് ഉപ്പേരി, തൈര് ഞാൻ വെച്ചു. ആർക്കെങ്കിലും തൈര് വേണമെങ്കിൽ, പിന്നെ ഫ്രൂട്ട്സ്, ഓറഞ്ച്, പഴം, അങ്ങനെ കുറുമ, ചപ്പാത്തി പിന്നെ അങ്ങനെ പാക്ക് ചെയ്തു. ഇതൊക്കെ എഴുതി വെച്ചു കേട്ടോ. കാരണം ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്കാണോ എടുക്കണത്, രാത്രിക്കാണോ എടുക്കണത് ഒന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ കേട് വരുന്ന സാധനങ്ങൾ ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ലേബൽ ചെയ്തതാണ്. അപ്പോഴേക്കും സമയം ഏകദേശം ഒരു 11:45. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ടാക്സി ഊബർ വിളിച്ചിട്ടാണ് പോയത്. ഇപ്പോൾ എന്താ വെച്ചാൽ സ്റ്റേഷനിൽ കണ്ടോ പണി നടക്കുന്ന കാരണം നമ്മുടെ വണ്ടിയായിട്ട് പോകാൻ പറ്റില്ല. വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു രക്ഷയില്ല. ഇതിന് മുന്നേ അച്ഛനും അമ്മേനായിട്ട് പോയ സമയത്ത് ഞങ്ങൾ ശരിക്കും പെട്ടതാണ്. അപ്പോൾ വണ്ടിയായിട്ട് പോയാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ക്യാബ് വിളിച്ചിട്ടാണ് പോയത്. ട്രെയിനിൽ പോകണ ഏറ്റവും സുഖം ലോക്കൽ ട്രെയിനിൽ. പക്ഷേ നമുക്ക് അത്രയും ഹെവി ഐറ്റംസും സാധനങ്ങളും നേരം വൈകുമോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പോകുമ്പോൾ ട്രെയിനിൽ പോകാൻ റിസ്ക് എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ഇത്ര മണിയായിരുന്നു, പിന്നെ 5 മിനിറ്റ്, പിന്നെ 5 മിനിറ്റ്, അങ്ങനെ വൈകി ഓൾമോസ്റ്റ് നമ്മളൊരു ഹാഫ് ആൻ അവർ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടത് എല്ലാ പ്രാവശ്യവും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ മംഗള പിന്നെയും നേത്രപതി ഒട്ടും സമയത്ത് വരില്ല. ഇത് പിന്നെയും ഓൺ ടൈമാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ദേ മംഗള എത്തി. നമ്മൾ അവരെ വെയിറ്റ് ചെയ്തു. അമ്മമ്മ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയില്ല അമ്മായി ഇത്രയും പേരാണ് ഇവരൊരു ഗ്രൂപ്പ്. പിന്നെ ചെറിയമ്മ, അങ്ങനെ കുറേ പേര്, ഇത്രയും പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ബോഗിയിൽ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 10-15 മിനിറ്റ് നിർത്തി. ശരിക്കും 5 മിനിറ്റ് നിർത്തുള്ളൂ എന്നാണ് വിചാരിച്ച്. 10-15 മിനിറ്റ് നിർത്തി. അതിൻ്റെ ഉള്ളിലൊക്കെ കയറി സുഖമായി കണ്ടു. അപ്പോൾ അവരിപ്പോൾ യാത്രയിലാണ്. അവരെ യാത്രയൊക്കെ സുഖമായി തിരിച്ചെത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളും പ്രാർത്ഥിക്കൂ, അവർക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തിരിച്ചു വരട്ടെ. തിരിച്ചു വരുമ്പോൾ അവരും ഒരു പെട്ടി ബാഗ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇതിലാണ് വന്നത് കേട്ടോ, ട്രെയിനിലാണ് വന്നത്. നല്ല സുഖമാണ്, അടുത്തല്ലേ, തീരെ തിരക്കില്ല. ഉച്ച ടൈം ആയതുകൊണ്ട് തീരെ തിരക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്കൊരു ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ, ഫുൾ നാട്ടിലെ സാധനങ്ങൾ. ഇടിച്ചക്ക ഇത് കുറേ വിചാരിക്കണം. ഒരു സൈഡിച്ചക്ക ഉപ്പേരി, ഒരു സൈഡിച്ചക്ക സാമ്പാർ. എൻ്റെ അമ്മേ, ഇതാ കുഞ്ഞു പപ്പടം. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു സമയം 2 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വന്നിട്ട് കഴിക്കാം എന്നുള്ളതാണ് വിചാരിച്ചത്. പക്ഷേ പെട്ടി കണ്ടപ്പോൾ പിന്നെ എനിക്കൊരു സമാധാനമില്ല. ഞാനത് മുഴുവനെ പൊട്ടിച്ച് നോക്കലായിരുന്നു എൻ്റെ പരിപാടി. എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളത് ഡയറ്റ് ഒന്ന് റെഡിയാക്കി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരു തീരുമാനമായില്ലേ, ഞാനൊരു തരത്തിൽ നൊന്നവലാരും സമ്മതിക്കരുതെന്ന്. ഈ ഒരു സോക്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വിചാരിച്ച് കുറേ കഷ്ടപ്പെട്ടു കേട്ടോ അത് പുറത്തേക്ക് എടുക്കാൻ. വേറൊന്നുമല്ല, കണ്ണിമാങ്ങ അച്ചാറായിരുന്നു. അതിൻ്റെ മുകളിലുള്ളൊരു പിടിയും വലിയാണ് കണ്ടോ. ബാക്കി 2 പേരെയും പ്രത്യേകിച്ച് കാണാനില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് എനിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള. രംഷേട്ടൻ ആ ഏരിയയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നില്ല. രംഷേട്ടൻ ഡയറ്റും കാര്യങ്ങളൊക്കെ ആകാൻ, എന്നാലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ എന്ന് വിചാരിച്ച് 1-2 എണ്ണം ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡയറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി ഒന്ന് റെഡിയായി വന്നതായിരുന്നു. പക്ഷേ ഒരു 4-5 ദിവസമായിട്ട് എനിക്ക് വയ്യാത്ത കാരണം ഞാനൊന്നും ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ക്രേവിങ്ങിൻ്റെ ടൈമും കൂടെ ആയപ്പോൾ ഈ കറക്റ്റ് സാധനം കിട്ടിയപ്പോൾ പിന്നെ പറയും വേണ്ട കേട്ടത്. ഇത്രയും സാധനങ്ങളുണ്ട്. നാട്ടിലെ സാധനങ്ങൾക്കൊരു പ്രത്യേക രസം. അതിന് മെയിനായിട്ട് ജസ്റ്റ് കണ്ണിമാങ്ങ അങ്ങനെ ഉണ്ടാവുന്ന സമയമായ കാരണം അതുമുണ്ട്. പിന്നെ ഇടിച്ചക്ക എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ചക്ക വറുത്തത് വീട്ടിലല്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ എല്ലാതും. വീട്ടിൽ വറുക്കാനുള്ള ചക്കയൊന്നും ആയിട്ടില്ല, ഇടിച്ചക്കയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്തു, ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ടേ. അപ്പോൾ എനിക്കിതൊക്കെ കൂടെ കണ്ട് ഓരോന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ചോറ് കഴിക്കാനുള്ള വിശപ്പ് പോയിരുന്നു. രമേശേട്ടൻ അവിടെ ഇരുന്ന് ചോറുകൊണ്ടാണ്.
അപ്പോൾ അവരുടെ യാത്രക്കിടെ നമുക്ക് ഇതാ ഈ ഒരു സംഭവം ഒരു ബോണസായിട്ട് കിട്ടിയ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും യാത്രയിൽ അച്ഛനും അവരൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അമ്മയും അമ്മമ്മ ഇവരാണുള്ളത്. ജെൻസിൽ അവരുടെ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകളുണ്ട് കൊണ്ടുപോകാനുള്ളതും നേതൃത്വം വഹിക്കാനുള്ളതൊക്കെ. ഒരുപാട് ജെൻസ് തന്നെയാണ് സ്ഥിരമായി പോകുന്ന ഗ്രൂപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മിത്തുക്കുട്ടിക്ക് ഇവിടെ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പോകാനും അതിനൊന്നും പറ്റിയില്ല. മിത്തുവിൻ്റെ എക്സാം കഴിയാൻ മാർച്ച് 13 വരെ മിത്തുവിന് എക്സാം ഉണ്ട് കേട്ടോ. എനിക്ക് പിന്നെ ഈ വക സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും നോക്കുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാവരും വന്നിരുന്ന് കൂടെ കഴിക്കണം അങ്ങനെയൊന്നുമില്ല. ഞാനായി എൻ്റെ പാടായി. ഇവർക്കൊക്കെ എങ്കിലും നമ്മൾ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല. മിത്തു ഏകദേശം എന്നെ പോലെയാണ്. മിത്തൊരു വേണ്ടൊക്കെ മിത്തു എടുത്ത് കഴിച്ചോളും. ഞാൻ ആസ്വദിച്ച് കഴിക്കും. ഇതൊന്നും ഞാൻ അറിയാതെ രമേശേട്ടൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. കാരണം ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഇരുത്തത്തിൽ കഴിക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ഇന്നലെ നമ്മൾ ഫുള്ള് പൊതികളും സാധനങ്ങളും നാട്ടിലെ സാധനങ്ങളൊക്കെ കിട്ടി മാക്സിമം എന്താ പറയുക കഴിച്ച് ഇത് നോക്കിയേ. ഇനി ഒന്നുമില്ല കേട്ടോ, എല്ലാം ഏകദേശം കഴിഞ്ഞു. അപ്പം എനിക്കിത് അറിയായിരുന്നു. അപ്പം എന്തായാലും ഇത്രയും സാധനങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടതല്ലേ, അപ്പോൾ ഒരു ഫ്രണ്ട്സിനൊന്നും കൊടുക്കാതെ ഇങ്ങനെ എല്ലാം നമ്മളെങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കല്ലേ. അപ്പം ഞാൻ ഇന്നത്തെ ഫുൾ സാധനങ്ങളുമായിട്ട് ഞാൻ പോവാണ് ഒരു ഫ്രണ്ട്സ് പാർട്ടിക്ക് കേട്ടോ. എല്ലാം ഉണ്ട്, എല്ലാത്തൊന്നും മിത്തുക്കുട്ടിക്ക് കുറച്ച് എടുത്ത് വെച്ച് ബാക്കി ഇതാ. മിത്തുവിന് എക്സാം ആയതുകൊണ്ട് വരാൻ പറ്റില്ല. മിത്തുവിന് മറ്റൊന്ന് എക്സാം ഉണ്ട്. അപ്പോൾ വീക്കെൻഡ് ആയാലും ഇവിടെ ഇരുന്ന് പഠിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് മാങ്ങയും എല്ലാ സാധനങ്ങളുമായിട്ട്, കാരണം അവരിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ മാർച്ചിലൊന്നും ആരും അങ്ങനെ നാട്ടിൽ പോകാൻ അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് കിട്ടിയതല്ലേ വിചാരിച്ച് ഫ്രണ്ട്സിനെ വിളിച്ച് ഒരു പാർട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഇവിടെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മിത്തുവിൻ്റെ പഠിത്തം ബുദ്ധിമുട്ടിക്കരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പോവാണ്. ഞാൻ ആതിരയുടെ വീട്ടിൽ പോവാണ്. സോ അവിടെ ചെന്ന് നമുക്ക് പാർട്ടി നടത്താം. ജിലേബി, യെസ്. ഞാൻ പോട്ടെ. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ടീ പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതേ 1-2 ദിവസങ്ങളായിട്ട് മൊത്തം ബേക്കറി അടിച്ച് കയറ്റിയിട്ടുണ്ട്. എനിക്ക് പിന്നെ എന്താ പറയുക, 2 ദിവസം മതിയല്ലോ എൻ്റെ ശരീരത്തിൽ ഫാറ്റ് കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ അത്രയും കലറി കഴിച്ചാൽ പിന്നെ ഫാറ്റ് കയറും. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞാനൊന്ന് പോയിട്ട് നടന്നു വന്നതാണ്. ഡ്രസ്സൊക്കെ ജസ്റ്റ് ആ ഒരു ഗിൽട്ട് ഫീല് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് നടന്നു വന്നുട്ടോ. ബേക്കറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഈ ചക്ക വറുത്തും സാധനങ്ങളൊക്കെ എണ്ണയാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഭയങ്കര ഡയറ്റ് ചെയ്ത് വരുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന്, പ്രത്യേകിച്ച് എനിക്ക് ഇൻഫ്ലമേഷൻ കുറച്ച് കൂടുതലുള്ള ടൈപ്പാണ്. അതാണ് ഞാൻ പെട്ടെന്ന് തടിക്കും മെലിയും ചെയ്യണത് കേട്ടോ. ഈ ഇൻഫ്ലമേഷൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക് ഈ ഒരു പ്രശ്നം വരും. നമ്മൾ പറയില്ലേ എന്താ വെള്ളം കുടിക്കുമ്പോഴേക്കും തടിക്കുക എന്ന് പറയില്ലേ. അപ്പോൾ അത് ആ ഒരു പ്രശ്നം കൊണ്ടാണ്. പറയുമ്പോൾ നമ്മൾ അങ്ങനെ ബാക്കിയുള്ളവർ കഴിക്കുന്ന പോലെ ചിലപ്പോൾ കഴിച്ചോളന്നില്ല, എന്നാൽ പോലും നമ്മൾ പെട്ടെന്ന് തടിക്കും. അപ്പോൾ എന്നാലും ഭക്ഷണം കൺട്രോൾ ചെയ്യുക എന്നുള്ളത് കഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ എന്താ പറയുക ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഇനിയും ആക്ച്വലി കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ ഇങ്ങനെ അറിയിക്കുന്നതായിരിക്കും. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ അടുത്തടുത്ത വീഡിയോസിൽ അറിയിക്കുന്നതായിരിക്കും. അതിൻ്റെ ചെറിയൊരു തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. യെസ്, അപ്പോൾ അതാണ്. പിന്നെ ഇന്നിപ്പോൾ എന്താ വീക്കെൻഡും കാര്യങ്ങളൊക്കെ ആയ കാരണം സിനിമ കാണണം. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ സിനിമകൾ കണ്ട് നല്ല ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് മിണ്ടിയും പറഞ്ഞു. അത് ചിലവർക്കത് ക്രിഞ്ചായി തോന്നാം, പക്ഷേ എനിക്ക് രമേശേട്ടന് നല്ല ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടമായി എന്നല്ല, പക്ഷേ ഒരു സുഖമുണ്ട്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ നിർത്തി പോകാനും തോന്നില്ല. അങ്ങനെ ഓക്കെ, നല്ലൊരു ഫ്ലോയിൽ അങ്ങോട്ട് പോണ പണ്ടത്തെയൊക്കെ ഒരു ടൈപ്പ് ഓഫ് സിനിമ. ഒരു പ്രവാസിയുടെ ലൈഫും അങ്ങനെയൊക്കെ ആയിട്ട് അത് കുഴപ്പമില്ല, കണ്ടിരിക്കാം. നമുക്ക് നിർത്തി പോകാനൊന്നും തോന്നില്ല. പിന്നെ ഒരു സിനിമ, പിന്നെ ഇതെനിക്ക് സത്യം പറയട്ടെ ഒരു സിനിമ ഓർമ്മ കിട്ടുന്നില്ല. റോസ്ലിൻ ഞാൻ പറഞ്ഞതല്ലേ, റോസ്ലിൻ സീരീസിനെ കുറിച്ച് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ മീന വിനീതൊക്കെ ഉള്ള റോസ്ലിൻ എന്ന് പറയുന്ന സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കാണണം. ഭയങ്കര ത്രില്ലർ. നമ്മളിങ്ങനെ ഇരുന്ന ഇരിപ്പിന് നമ്മൾ 6 സീരീസൊക്കെ ഇങ്ങനെ 6ആണോ 8ആണോ എപ്പിസോഡ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് ഇരുന്ന ഇരിപ്പിന് നമ്മളിരുന്ന് കാണും. അത് അടിപൊളിയാണ്. പിന്നെ ഒരു തമിഴ് സിനിമ ഇപ്പം അടുത്ത് കണ്ടു കേട്ടോ. ഇന്നലെ തമിഴ് സിനിമ കണ്ടത്. അയ്യോ, എനിക്കാണെങ്കിൽ ഇതിൻ്റെ പേരും കിട്ടണില്ലല്ലോ ഈശ്വര. എനിക്ക് എന്ത് പറ്റി? എനിക്ക് ഒന്നിൻ്റെ പേരും കിട്ടണില്ല, ഒന്നും കിട്ടണില്ലല്ലോ. തലയ്ക്കുള്ളിൽ ഒരു 100,000 കാര്യങ്ങൾ കാരണം തോന്നണം. എനിക്ക് ഓർക്കാൻ കൂടെ പറ്റുന്നില്ല അതിൻ്റെ പേര്. ഒരു തമിഴ് ഒരു ഫാമിലി പടമാണ്. ഒരു ഭയങ്കര ഫീൽ ഗുഡ് മൂവി എന്ന് പറഞ്ഞാൽ അടിപൊളി. അച്ഛനും അമ്മയും, സിമ്രാനാണ് അതിൽ അഭിനയിക്കുന്നത്. അച്ഛനും അമ്മയും 2
മക്കളുമായിട്ടുള്ള ഒരു സിനിമ. ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങനെ കുടിയേറി പാർത്ത് അങ്ങനെ മൈഗ്രേറ്റ് അങ്ങനെ വരികയാണ്. അങ്ങനൊരു സിനിമ, കിട്ടില്ലൻ സിനിമ എന്ന് പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം നമ്മളൊരു ഭയങ്കര ഫീൽ ഗുഡ് മൂവി കണ്ടു എന്നുള്ള സിനിമയുടെ പേര് കിട്ടുകയാണെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യാം കേട്ടോ, എനിക്ക് ഓർമ്മയും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഇത്രയൊക്കെയാണ് ഇപ്പോൾ കണ്ട സിനിമകൾ എന്ന് പറയുന്നത്. തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ പിന്നത്തെ വീഡിയോയിൽ വരാം. അപ്പോൾ അമ്മയൊക്കെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്കും എന്തായാലും കുറച്ച് ലേറ്റ് ആയിട്ടാണ് വിടുക. അപ്പോൾ അപ്പോഴേക്കും അവരവിടെ എത്തിയിട്ട് ഒരു 2-3 ദിവസം അവിടുത്തെ കറക്കങ്ങളും കാര്യങ്ങളൊക്കെ ആവേണ്ടതാണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.